സ്ലീഹാക്കാലം 6-ാം ഞായർ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 57 മുതൽ 13-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. പശ്ചാത്താപിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിൽ തുടരെ തുടരെ അനർത്ഥങ്ങൾ ഉണ്ടാകുന്നത് ശാപകാരണമാണെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതു കേട്ട് ഭയപ്പെട്ട് പരിഹാര കർമ്മങ്ങൾ നടത്താൻ ഓടി നടന്ന് സമയനഷ്ടവും പണനഷ്ടവും വരുത്തിവെക്കുന്ന അനേകരെ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് ഇതുപോലെയുള്ള മനസ്ഥിതിക്കാരായ ചിലർ യേശുവിനെ സമീപിച്ച് പീലാത്തോസ് ബലികളിൽ ഗലീലിയക്കാരുടെ രക്തം കലർത്തിയതും സീലോഹായിൽ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട 18 പേരും ജെറുസലേമിലുള്ള മറ്റെല്ലാവരെയും പാപികളായിരുന്നോ എന്ന് ചോദിക്കുന്നു. അതിന് നേരിട്ട് ഉത്തരം പറയാതെ പശ്ചാത്തപിക്കാത്തവരുടെ നാശം ഇതിനേക്കാൾ ഭയാനകമായിരിക്കുമെന്ന നിത്യവിധിയുടെ ചിന്തയിലേക്കാണ് യേശു നമ്മെ ശ്രദ്ധാക്കളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ദൈവത്തെ ഉപേക്ഷിച്ച് പാപത്തിലൂടെ സഞ്ചരിക്കുന്നതാണ് മനുഷ്യന് വന്നു ഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുര്യോഗം. ദൈവത്തെ മറന്ന് സ്വന്തം വഴികളിലൂടെ സഞ്ചരിക്കുന്നവരോട് യേശു ചോദിക്കുന്നു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? ലൂക്ക 9:25. അതിനാൽ അനുതപിച്ച് ഹൃദയ പരിവർത്തനത്തിലേക്ക് കടന്നു വരാനുള്ള ആഹ്വാനമാണ് ഇന്നത്തെ സുവിശേഷ ചിന്ത. നമ്മുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് ധൂർത്തപുത്രന്റെ ഉപമയിൽ നാം കാണുന്നു. ലൂക്ക 15:11. 100 ആടുകളിൽ വഴിതെറ്റിപ്പോയ ഒന്നിനെ തേടി വരുന്ന നല്ല ഇടയന്റെ ഉപമ. മത്തായി 18:12. യേശുവിന്റെ മറ്റൊരു പ്രതീകമാണ്. അനുനിമിഷം നമ്മുടെ ഹൃദയവാതിലിൽ യേശു മുട്ടി വിളിക്കുന്നുണ്ട്. വെളിപാട് 3:20. പക്ഷേ മറ്റ് ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ അതെല്ലാം ബധിര കർണങ്ങളിലാണ് ചെന്നു പതിക്കുന്നത്. ആ നീതി നിറഞ്ഞ സോദോം ഗൊമോറയ നശിപ്പിക്കാനിറങ്ങിയ ദൈവത്തിന്റെ മുമ്പിൽ അവിടെയുള്ള 50, 45, 40, 30, 20 അവസാനം 10 നീതിമാന്മാരും ഉണ്ടെങ്കിൽ അവരെ പ്രതി അവരോട് ക്ഷമിക്കണമെന്ന് താഴ്ന്നു വീണ് അപേക്ഷിക്കുന്ന അബ്രാഹാം മാധ്യസ്ഥാപേക്ഷയുടെ ബിംബമാണ്. ഉൽപ്പത്തി 18:22-33. കുരിശിൽ കിടന്ന നല്ല കള്ളന്റെ അവസാന നിമിഷത്തിലെ പശ്ചാത്താപം അവന് പറുദീസ നേടിക്കൊടുത്തു. അനുതപിക്കുന്ന പാപികൾക്കു വേണ്ടി ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന നമുക്ക് വേണ്ടി യേശു മാധ്യസ്ഥം വഹിക്കുന്നു. റോമ 8:34. വെറും ഒരു വികാര വായ്പിനേക്കാൾ സ്വന്തം ചോര ചിന്തി വീണ്ടെടുത്തവന്റെ മാധ്യസ്ഥം പിതാവിന് നിരാകരിക്കാൻ കഴിയുമോ? ദൈവത്തിന്റെ മുന്തിരിത്തോപ്പിൽ നട്ടുപിടിപ്പിക്കുകയും ആനുകൂല്യങ്ങൾ ഏറെ പിടിച്ചുപറ്റുകയും ചെയ്തിട്ടും 3 വർഷത്തിന് ശേഷവും ഫലം തരാത്ത ഒരു അത്തിമരത്തെ വെട്ടിക്കളയാൻ ആവശ്യപ്പെടുന്ന ഉടമസ്ഥനോട് ചുവട് കിളച്ച് വളമിട്ട് നോക്കിയിട്ടും പ്രയോജനമില്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് യാചിക്കുന്ന കൃഷിക്കാരൻ യേശുവല്ലാതെ മറ്റാരാണ്? ലൂക്ക 13:6-9. ചുവട് കിളച്ച് അവൻ ഇടുന്ന വളം അവൻ പ്രഘോഷിച്ച സുവിശേഷമാണ്. എത്രയോ കാലമായി സുവിശേഷം നാം കേൾക്കുന്നു, വായിക്കുന്നു. എന്നിട്ട് എന്തെങ്കിലും ഫലങ്ങൾ ചൂടുന്നവരാകാൻ നമുക്ക് കഴിഞ്ഞോ? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസമയനം എന്നിവയാണ് നമ്മിൽ ദൃശ്യമാകേണ്ട ഫലങ്ങൾ. ഗലാത്യ 5:22. ഇതിലൊരു ഫലവും പുറപ്പെടുവിക്കാതെ ജീവിച്ചിട്ടും ആരുടെയോ പ്രാർത്ഥനയുടെ ഫലത്താൽ അവന്റെ ദയാധിക്യത്തിന്റെ ബലത്തിൽ നാം അഹങ്കരിച്ച് മുന്നോട്ട് പോകുന്നു. കളയും വിളയും ഒരുമിച്ച് വളരുവാൻ അനുവദിക്കുന്ന ദൈവം അനുദപിക്കുന്നില്ലെങ്കിൽ സമയത്തിന്റെ പൂർത്തിയിൽ കെടാത്തതിന്റെ വെറുതുകൊള്ളിയായി നമ്മെയും വലിച്ചെറിയും.